Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്തു നിർത്തിയത്? ചൂസിങ് എ സൈറ്റ് വരെയല്ലേ എടുത്തു നിർത്തിയത്? Yes, ma'am. Yes, ma'am. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ അല്ലെ, നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോയില്ലല്ലോ, ജസ്റ്റ് ജനറൽ ആയിട്ടൊന്ന് മിസ് പറഞ്ഞു. അതെ, ഇൻട്രോ ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. ഓക്കെ. ഓക്കെ, നമുക്ക് ചൂസിങ് എ സൈറ്റ് നോക്കാം കേട്ടോ. അതിൽ ജനറൽ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതില് രണ്ടാമത്തെ ടാസ്ക് ആണ് നമ്മൾ പറയുന്നത്. ഓരോ ടാസ്കും ഏതാണെന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. അതിൽ സെക്കൻഡ് ടാസ്ക് ഓഫ് എ പ്ലാനിംഗ് ടീം, ഒരു പ്ലാനിംഗ് ടീമിന്റെ രണ്ടാമത്തെ ടാസ്ക് അല്ലെങ്കിൽ രണ്ടാമത്തെ ദൗത്യം അല്ലെങ്കിൽ ഒരു ചുമതലയാണ് വിൽ ബി ടു ചൂസ് ദ സൈറ്റ് ഫോർ ദ ഹോസ്പിറ്റൽ. അണ്ടർലൈൻ ചെയ്തിരുന്നോ കേട്ടോ. ഹോസ്പിറ്റലിന്റെ സൈറ്റ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ സ്ഥലം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ അതിനെ കുറിച്ചുള്ള ബെഡ് കപ്പാസിറ്റി, അതിന്റെ സൈസ്, ഹോസ്പിറ്റലിന്റെ സൈസ് മുതലായ കാര്യങ്ങളൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്തു. ഇനി രണ്ടാമത്തെ കാര്യം, അതിനു വേണ്ടിയുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്തായിരുന്നു. ഇനി രണ്ടാമത്തത്, ആ ഒരു ഹോസ്പിറ്റൽ പണിയണമെങ്കിൽ നമുക്കൊരു സ്ഥലം തിരഞ്ഞെടുക്കണം അല്ലെ. അതാണ് രണ്ടാമത്തെ ടാസ്ക് അല്ലെങ്കിൽ ദൗത്യം എന്ന് പറയുന്നത്. ആൻഡ് ദ സൈറ്റ് കെയർ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഫോർ അപ്പോൺ ദ സ്യൂട്ടബിലിറ്റി ഓഫ് ഇറ്റ്. അപ്പൊ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇടമായിരിക്കണം അല്ലെ. ആ ഒരു അനുയോജ്യമായിട്ടുള്ള ഇടം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരു സൈറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അത് ആ ഹോസ്പിറ്റലിന് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു ഇടമായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ആൻഡ് വിൽ ഡിപെൻഡ് ഓൺ ദ ഹോസ്പിറ്റൽ ഫേറ്റ് ആൻഡ് യൂട്ടിലിറ്റി ഇൻ ഫ്യൂച്ചർ. അപ്പൊ ഭാവിയിൽ നമുക്ക് ആ ഉപയോഗിക്കാൻ കൃതമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ നിർണായകമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും നടത്താൻ സഹായിക്കുന്ന രീതിയിൽ അതിനെ ആശ്രയിച്ചാണ് നമ്മൾ ആ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നത് അല്ലെ. ഒരു ചെറിയ സ്ഥലം അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ കുറച്ചധികം സ്പേസ് ആവശ്യമായിട്ട് വരും അല്ലെ. ഒരു ലാർജ് ഏരിയ ആയിരിക്കണം, അല്ലാതെ ഒരു ചെറിയ ഏരിയ കൊണ്ട് നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിന്റെ പണിയാനും അതിന്റെ ആശ്രയിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഒത്തിരി ഭാവിയിൽ ഒരുപാട് വിപുലീകരണങ്ങൾ നമുക്ക് ചിലപ്പോൾ നടത്തേണ്ടതായിട്ട് വരാം. ഇപ്പോഴത്തെ ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആവശ്യകത മാത്രം നമുക്ക് നോക്കിയാൽ പോരാ. അപ്പൊ അതിനനുസരിച്ച് കൂടി അതിനെയൊക്കെ ആശ്രയിച്ചുകൊണ്ടായിരിക്കണം ആ ഒരു സൈറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്ഥലം തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറയുന്നു. Then, with increasing demand on hospital beds, planning for expansion at a future date should always be kept in mind right at the outset. ഇനി എന്താ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും നമ്മുടെ ഒരു ഹോസ്പിറ്റൽ ബെഡുകളുടെ ആവശ്യകത വർദ്ധിക്കുന്നതിനനുസരിച്ച്, ഭാവിയിലുള്ള വിപുലീകരണത്തിന്റെ ആവശ്യകതയ്ക്കനുസരിച്ച്, അങ്ങനെയുള്ള ചിലപ്പോൾ ഇപ്പോഴായിരിക്കില്ല നമുക്ക് അതിന് കുറച്ച് എക്സ്പാൻഷൻ വേണമെന്ന് തോന്നുന്നത്. ഇപ്പൊ നമുക്ക് എല്ലാം ഓക്കെ ആണെന്ന് തോന്നുമെങ്കിൽ പോലും ചിലപ്പോൾ ഭാവിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടതായിട്ട് വരാം. അപ്പൊ അതിനനുസരിച്ചുള്ള എക്സ്പാൻഷൻസ് അല്ലെങ്കിൽ വിപുലീകരണം നടത്തണം. ആ ഹോസ്പിറ്റൽ ബെഡുകള് ആവശ്യകതകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് അത് ഉൾപ്പെടുത്തണം. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഈ ഒരു സൈറ്റ് അല്ലെങ്കിൽ സ്ഥലം തിരഞ്ഞെടുക്കുന്നത്. Therefore, the site should be large enough to enable future expansion and growth. ഭാവിയിലുള്ള വളർച്ചയ്ക്കും വികാസത്തിനും ഒക്കെ പര്യാപ്തമാവുന്ന രീതിയിൽ ആവശ്യമായ ഇടങ്ങളുള്ള ഒരു ലാർജ് സൈറ്റ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. However, strategic sites large enough for the project requirement may be hard to find in urban areas. ഒരു നഗരപ്രദേശങ്ങളില് ഇങ്ങനെയുള്ള എല്ലാ പ്രധാനപ്പെട്ട ഒരു സൈറ്റ്, വളരെ ലാർജ് ആയിട്ടുള്ള ഒരു സൈറ്റ് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. ആണോ? നമ്മുടെ ടൗണിലെ സ്ഥലം കണ്ടെത്താനാണോ അത് നമ്മുടെ റൂറൽ ഏരിയയിൽ കണ്ടെത്താനാണോ എളുപ്പം? കുറച്ചും കൂടി വലിപ്പമുള്ള സ്ഥലമായിരിക്കണം അല്ലെ, ലാർജ് ഏരിയ ആയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒരു അർബൻ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു നഗരപ്രദേശത്തിൽ കണ്ടെത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇൻ ഡെൻസ് അർബൻ ഏരിയാസ് എ ലാർജ് സൈറ്റ് നിയർ ദ പെരിഫറി ഓഫ് ദ
present town is suitable that will in due course become central to the major residential areas at a later date. അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഈ ഒരു ഡെൻസ് ആയിട്ട് അർബൻ ഏരിയാസ്, ഇത് ഒരുപാട് ആളുകള് തിങ്ങിപ്പാർക്കുന്ന ഇങ്ങനെയുള്ള നഗര പ്രദേശങ്ങളിലെ ചുറ്റുവട്ടത്തിൽ ആ ഒരു പ്രസന്റ് ടൗണിനോട് വളരെ ചുറ്റിപ്പറ്റിയുള്ള അല്ലെങ്കിൽ ആ ഒരു ചുറ്റളവിലുള്ള ഒരു ലാർജ് സൈറ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതാണ് വളരെ അനുയോജ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് അല്ലെ. എപ്പോഴും ഒരു അർബൻ ഏരിയയിലായിരിക്കണം. അത് കൂടാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ അതുമായി ആ ഒരു പ്രധാനപ്പെട്ട ആ ഒരു ടൗണുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഏരിയയിലായിരിക്കണം. അതെല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഇടമായിരിക്കും അതല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു ലാർജ് സൈറ്റ് കിട്ടുകയാണെങ്കിൽ അത് വളരെ സ്യൂട്ടബിൾ ആണ്, അനുയോജ്യമാണ്. അതുകൂടാതെ ഇത് ഭാവിയിലേക്ക്, അതായത് പിന്നീട്, ഇപ്പോഴല്ല പിന്നീട് ഇത് എന്തിന്റെ കേന്ദ്രമായിട്ട് മാറും എന്നാ പറയുന്നത്. ഇപ്പൊ ഒരു മെഡിക്കൽ കോളേജ്, എപ്പോഴും മെഡിക്കൽ കോളേജ് എങ്ങനെയായിരിക്കാം, ഒരു ഉൾപ്രദേശത്തായിരിക്കും, കുറച്ചും കൂടി ടൗണിലേക്കായിട്ടായിരിക്കും ഇരിക്കുക. എവിടെയായിരിക്കും, എങ്ങനെയാണ്, വളരെ ടൗൺ ഏരിയയിലുമായി ബന്ധപ്പെട്ടായിരിക്കും അല്ലെ. അതുമായി ബന്ധപ്പെട്ട ചുറ്റിലുള്ള പരിസരങ്ങളിൽ ടൗണുമായി ബന്ധപ്പെട്ടുള്ള ചുറ്റളവിലുള്ള ഏരിയാസിലായിരിക്കും കൂടുതൽ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഏരിയാസ് ആവുമ്പോ നമുക്ക് ഈ റൂറൽ ഏരിയയിൽ റെസിഡൻഷ്യൽ ഏരിയയിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളുടെയും അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഏരിയയിലുള്ള എല്ലാവരുടെയും ഒരു കേന്ദ്രമായിട്ട് ഇത് മാറുന്നു. ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ടൗണിൽ വന്നു കഴിഞ്ഞാൽ, ഇത്രയും ലാർജ് ആയിട്ടുള്ള ഫെസിലിറ്റികളുള്ള ഒരു ഹോസ്പിറ്റൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയയിലെ ഒരു സെന്റർ ആയിട്ട് ഭാവിയിലേക്ക് എന്ത് ചെയ്യാം, മാറാം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ പിന്നീട് നമുക്ക് അതൊരു ഇനിയിപ്പോ ഒരു മെഡിക്കൽ കോളേജ് വന്നാലും പിന്നീട് നമുക്ക് ആ ഒരു റെസിഡൻഷ്യൽ ഉള്ള ആളുകൾക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള ഒരു കേന്ദ്രമായിട്ട് അത് പിന്നീട് മാറുന്നുണ്ട് അല്ലെ. Then working closely with local town planning authority will beneficial be in selecting the site. ഇങ്ങനെ ഒരു സൈറ്റ് തിരഞ്ഞെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ആരുമായിട്ട് നല്ല രീതിയിൽ ചേർന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഒരു ലോക്കൽ ആയിട്ടുള്ള ടൗൺ പ്ലാനിംഗ് അതോറിറ്റിയുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ അത് കുറച്ചുകൂടി നമുക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് സൈറ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ, നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ടൗൺ പ്ലാനിംഗ് ഏജൻസീസുമായിട്ട് അതോറിറ്റീസുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ അത് കുറച്ചുകൂടി നമുക്ക് എന്താണ് ബെനിഫിഷ്യൽ ആണ് അല്ലെങ്കിൽ ഗുണകരമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത്, പ്ലാനിംഗ് ടീമിന്റെ രണ്ടാമത്തെ ടാസ്ക് ആ ഹോസ്പിറ്റലിന് വേണ്ടിയുള്ള സ്ഥലം ചൂസ് ചെയ്യുക. ഇനി ആ സ്ഥലം ചൂസ് ചെയ്യുമ്പോൾ എന്തൊരു കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണോ എന്ന് ശ്രദ്ധിക്കുക. ഭാവിയിലുള്ള വിപുലീകരണത്തിനും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇടമാണോ എന്ന് നോക്കണം. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ ആ ഒരു സ്ഥലം സെലക്ട് ചെയ്യുമ്പോൾ മനസ്സിലുണ്ടായിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഭാവിയിലുള്ള വിപുലീകരണത്തിനുള്ള പ്രവർത്തനം നടത്താനുള്ള സ്ഥലമുണ്ടോ, അതുപോലെ ഇനി വരുന്ന ഹോസ്പിറ്റൽ ബെഡുകളുടെ ആവശ്യകത വർദ്ധിക്കുന്നതിനനുസരിച്ചുള്ള സ്പേസ് റിക്വയർമെന്റ്സ് നമുക്ക് അവിടെ കൊണ്ടുവരാൻ സാധിക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഭാവിയിലുള്ള വളർച്ചയ്ക്കും വികാസത്തിനും പര്യാപ്തമാവുന്ന രീതിയിൽ ഒരു ലാർജ് സ്പേസ് ആയിരിക്കണം ആ ഹോസ്പിറ്റലിന് വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു നഗരപ്രദേശത്ത് ഇങ്ങനെയൊരു ഹോസ്പിറ്റലിന് വേണ്ടിയുള്ള ആ ഒരു പ്രധാന സ്ഥലം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത് ആ ടൗൺ അല്ലെങ്കിൽ ആ ഒരു ആവശ്യകതയുമായി ബന്ധപ്പെട്ട ആ ഒരു അർബൻ ഏരിയയിലെ അല്ലെങ്കിൽ ആ ഒരു ടൗണിന്റെ ചുറ്റളവിലുള്ള ഏരിയാസിന് അങ്ങനെ ഒരു സ്ഥലം കിട്ടുകയാണെങ്കിൽ അത് വളരെ അനുയോജ്യമായിട്ടുള്ള ഇടമാണെന്ന് പറയുന്നു. ഇനി നമുക്ക് അങ്ങനെ ഒരു ഇടം കിട്ടാൻ പറ്റില്ലെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ടൗൺ പ്ലാനിംഗ് അതോറിറ്റിയുമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സ്ഥലം അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഗുണകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ക്ലിയർ ആണോ? സെക്കൻഡ് ടാസ്ക് ഓക്കെ ആണോ? ഇനി പറയണോ അത്? ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാലോ. നെക്സ്റ്റ് വരുന്നത് ദ മാസ്റ്റർ പ്ലാൻ ആൻഡ് ഇറ്റ്സ് ടോട്ടാലിറ്റി. നമ്മൾ വീടൊക്കെ പണിയുമ്പോ എങ്ങനെയാ, ഇപ്പൊ നമുക്ക് സ്ഥലം കിട്ടി, നമുക്ക് എത്ര റൂം വേണം, എത്ര കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം സ്പേസ് വേണ്ടത്, അങ്ങനെയൊക്കെ തീരുമാനിക്കും അല്ലെ. അതിനുശേഷം നമ്മൾ ഒരു പ്ലാൻ തയ്യാറാക്കി, ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാറുണ്ടോ? നമുക്കൊരു പ്ലാൻ തരില്ലേ അവര്, ഇന്ന റൂം ഒരു പ്ലാൻ തരും അല്ലെ. ഒരു വീടിന്റെ ആണെങ്കിൽ ഇവിടെ ആയിരിക്കണം സിറ്റ് ഔട്ട് വരുന്നത്, ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്, ഇവിടെയാണ് നമ്മുടെ റൂമുകൾ വരുന്നത് അല്ലെ. അങ്ങനെ ഒരു ഡ്രാഫ്റ്റ് ചെയ്ത് ഒരു പ്ലാൻ തരില്ലേ നമുക്ക്, തരും അല്ലെ. ആ പ്ലാനില് നമുക്ക് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവോ അവര്? ആ പ്ലാനിൽ എല്ലാം ഉണ്ടാവോ?
ഈ റൂമിന്റെ സ്പേസ് കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഒരു പരിധി വരെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ അല്ലെ. ആ ഒരു പ്ലാനില് അത്യാവശ്യം ഓരോ റൂമുകളും കാര്യങ്ങളും എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒരു പ്ലാൻ നമുക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ നമുക്ക് അതിൽ നിന്ന് കിട്ടും അല്ലെ. ഇനി ഭാവിയിൽ അത് പഠിക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാവുക. അപ്പൊ ഇവിടെയും അതുപോലെ തന്നെ അപ്പൊ ഒരു വാർഡാണെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റുകൾ അവർക്ക് സർവീസുകളുടെ ഒക്കെ വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇതിലൂടെ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് മനസ്സിലാവില്ല. എന്നാൽ പോലും എത്രത്തോളം ബിൽഡിംഗ് ഇപ്പൊ ഒരു ബിൽഡിംഗ് എത്ര ഏരിയ സ്ക്വയർ ഫീറ്റ് ഉണ്ട്, അതിൽ ഓരോ റൂമും എത്ര സ്ക്വയർ ഫീറ്റ് വീതം ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ലേ അല്ലേ. ഒരു റൂം ഇത്ര ഏരിയ ആയിരിക്കും, മറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത്ര ഏരിയ നമുക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു മെയിൻ വർക്കിംഗ് ഏരിയാസ് ഇന്ന ഏരിയാസിൽ സ്പേസ് ആയിട്ടാണ് തിരിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഏരിയാസ് വേണം, അങ്ങനെയുള്ള ഏരിയാസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്നാൽ പോലും അതിനുള്ളിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന കാര്യങ്ങളെ കുറിച്ച് കൃത്യതയൊന്നും നമുക്ക് ഇതിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ അങ്ങനെ ഒരു ഡ്രാഫ്റ്റ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതാണ് തേർഡ് ടാസ്ക് എന്ന് പറയുന്നത്. നോക്കിയപ്പോ the third task of the planning team is to prepare the draft master plan document. ഒരു ഡ്രാഫ്റ്റ് മാസ്റ്റർ പ്ലാൻ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ തയ്യാറാക്കുകയാണ് പ്ലാനിംഗ് ടീമിന്റെ മൂന്നാമത്തെ ടാസ്ക്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? ഓരോ ടാസ്കുകളും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? Then it is never possible to achieve perfection in planning and the best compromise may have to be adopted. നമുക്കറിയാം നമ്മുടെ വീട്ടിലേക്ക് ഇപ്പൊ ഒരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാറുണ്ടോ? നമ്മൾ ആ പ്ലാൻ ചെയ്യുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട് വരാറുണ്ടോ? ഇല്ല അല്ലെ. നമുക്ക് ആ ഒരു പെർഫെക്ഷൻ നമ്മൾ ഈ ഒരു ഹോസ്പിറ്റലിൽ വീട് പണിയുമ്പോഴോ അതിനു വേണ്ടിയുള്ള ആസൂത്രണങ്ങളൊന്നും പലതും ചെയ്യും അല്ലെ. പ്ലാനുകളൊക്കെ ചെയ്താൽ പോലും അതിന്റെ ആ ഒരു പെർഫെക്ഷൻ കിട്ടുക അല്ലെങ്കിൽ ആ ഒരു പൂർണ്ണത കൈവരിക്കാനായിട്ട് ഒരിക്കലും സാധിക്കാറില്ല. ചെറിയ ചെറിയ കോംപ്രമൈസുകൾ അല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും അല്ലെ. ചിലപ്പോൾ സ്പേസ് തികയാതെ വരുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെന്റുകൾ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരില്ലേ. അപ്പൊ അങ്ങനെയുള്ള കോംപ്രമൈസുകൾ കാര്യങ്ങള് ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ഇവിടെ ചെയ്യേണ്ടതായിട്ട് വരാം. Once the result of study is based on data so far collected become available and after a careful consideration of various other factors so far considered, the architect will have enough basic material to prepare a draft master plan for the site as a whole. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ആദ്യത്തെ ടാസ്ക് എന്തായിരുന്നു പ്ലാനിംഗ് ടീമിന്റെ ആദ്യത്തെ ടാസ്ക്? ഡേറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡേറ്റാസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള സ്റ്റഡീസ് എന്ത് ചെയ്യുന്നു? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമായിട്ടുള്ള കളക്ട് ചെയ്ത ഡേറ്റാസിനെ സ്റ്റഡി ചെയ്യുന്നു, പഠനം ചെയ്ത് അതിന്റെ ബേസ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് അതിന്റെ ഫലത്തിൽ നിന്നും അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടിനെ ആശ്രയിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ മറ്റു പല ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ആർക്കിടെക്റ്റിന് ആവശ്യമായിട്ടുള്ള ബേസിക് മെറ്റീരിയൽസ് എന്ത് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളതാ? ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനായിട്ടുള്ള ഒരു അടിസ്ഥാനപരമായ മെറ്റീരിയൽസ് നമുക്ക് ഇതിലൂടെയാണ് കിട്ടുന്നത്. അപ്പൊ നമുക്കറിയാം ഈ കളക്ട് ചെയ്ത ഡേറ്റാസ് ഒക്കെ സ്റ്റഡി ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ് ഓരോ ഹോസ്പിറ്റലിൽ ഇന്ന ഭാഗങ്ങളാണ് ആവശ്യം, ഇന്ന സ്പേസുകൾ അവിടെ ഉണ്ട്, ഇന്ന ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, അവർ ഓഫർ ചെയ്യുന്ന സർവീസുകൾ ഇന്നതാണ്, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇന്ന സ്പേസുകൾ അവർക്ക് വേണം. അങ്ങനെയുള്ള ഒരുപാട് ഐഡിയയും ഒരുപാട് മെറ്റീരിയൽസും നമുക്ക് അതിലൂടെ കിട്ടും അല്ലെ. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്ത് പല ഘടകങ്ങളും പരിഗണിച്ച് അതിനെക്കുറിച്ച് ഒന്ന് പഠന വിധേയമാക്കിയതിനു ശേഷം അങ്ങനെ ആക്കുമ്പോൾ ആ ഒരു ആർക്കിടെക്റ്റിന് വളരെ എളുപ്പത്തില് ആ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനായിട്ടുള്ള അടിസ്ഥാനപരമായ എല്ലാ മെറ്റീരിയൽസും കിട്ടും. അതിലൂടെ അവർക്ക് നല്ലൊരു മൊത്തത്തിലുള്ള ഒരു നല്ലൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനും പറ്റും. ക്രിയേറ്റിംഗ് എ മാസ്റ്റർ പ്ലാൻ is essentially akin to a town planning on a small scale. അപ്പൊ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക എന്ന് പറയുന്നത് ശരിക്കും അടിസ്ഥാനപരമായിട്ട് എന്താണ്? ശരിക്കും ഒരു ചെറിയ രീതിയിലുള്ള ഒരു ടൗൺ പ്ലാനിങ്, ചെറിയ രീതിയിലുള്ള ഒരു നഗര ആസൂത്രണത്തിന് സമാനമാണെന്നാണ് പറയുന്നത്. എക്കിൻ എന്ന് പറഞ്ഞാൽ സമാനമായ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മളൊരു മാസ്റ്റർ പ്ലാൻ, ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ അതെന്താണ് ശരിക്കും? അത് എന്തിന് സമാനമാണ്? ഒരു ചെറിയ രീതിയിലുള്ള ഒരു നഗര
ആസൂത്രണത്തിന് സമാനമാണ്. And although the details of functional requirements of ward, departments and services are not known in precise terms at this stage. ഈ ഒരു സ്റ്റേജില് നമ്മളിങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമ്പോൾ ആ ഒരു ഘട്ടത്തില് നമുക്ക് ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനപരമായ ആവശ്യകതകൾ, ഒരു വാർഡില് എന്തൊക്കെ ആവശ്യകതകൾ വേണം, ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനപരമായ ആവശ്യകതകള്, അവിടെ നൽകുന്ന സർവീസുകളുമായി ബന്ധപ്പെട്ട ആവശ്യകതകള് മുതലായവയെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖയോ ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇതിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കിട്ടില്ല. മറിച്ച് എന്താ, ഹോസ്പിറ്റൽ ആർക്കിടെക്ട് ഷുഡ് ബി ഏബിൾ ടു കാൽക്കുലേറ്റ് ദ അപ്രോക്സിമേറ്റ് വോളിയം ഓഫ് ഈച്ച് ബിൽഡിംഗ്. ഓരോ ബിൽഡിങ്ങിനും ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഓരോ കെട്ടിടത്തിന്റെയും ഏകദേശം ഒരു അളവും കാര്യങ്ങളൊക്കെ കണക്കാക്കാനായിട്ട് ഇതിലൂടെ ഒരു ആർക്കിടെക്റ്റിന് കഴിയണം, അല്ലെ? അല്ലാതെ അതിനുള്ളിൽ ഇപ്പൊ ഒരു റൂം നമ്മൾ ബിൽഡ് ചെയ്തു വിചാരിക്കുക, ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു പ്ലാൻ കിട്ടി, ആ റൂമിനുള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അതിൽ ഉണ്ടാവും. ആ റൂമിനെ കുറിച്ചുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടുള്ളൂ. റൂം എത്ര ഏരിയ ആയിരിക്കും, എങ്ങനെയായിരിക്കും, അതിന്റെ ഭിത്തികളൊക്കെ ഏത് സൈഡിലായിരിക്കും വരുന്നത്, അതിന്റെ ഡോർ ഏത് സൈഡിലായിരിക്കും, ഇത്രയുള്ള ഡീറ്റെയിൽസ് അല്ലേ അതിലുണ്ടാവുള്ളൂ, അല്ലെ? ആ ഒരു പ്ലാനിൽ ഉണ്ടാവുള്ളൂ. അതേസമയം അതിന്റെ ആ ഒരു റൂം പണിത് കഴിഞ്ഞ് അതിനുള്ളിൽ വരുന്ന ഇന്റീരിയർ കാര്യങ്ങളൊന്നും അതിലുണ്ടാവില്ലല്ലോ. അതുപോലെ തന്നെ ഇവിടെ ആ ഒരു ബിൽഡിങ്, ഓരോ ബിൽഡിങ്ങും അല്ലെങ്കിൽ ഓരോ കെട്ടിടവും ഏകദേശം എത്രത്തോളം അളവിലാണ്, എത്ര വോളിയത്തിലാണ് നമ്മളത് പണിയാൻ പോകുന്നത് എന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അറിവ് ആ ഒരു ആർക്കിടെക്റ്റിന് ഇതിൽ നിന്നും ഉണ്ടായിരിക്കും. അല്ലാതെ അതിൽ കൂടുതലായിട്ട് ഒരു വാർഡിന്റെ ആവശ്യകത, പ്രവർത്തനപരമായ ആവശ്യകതകള്, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യകതകള്, അല്ലെങ്കിൽ അവർ നൽകുന്ന സർവീസുകള് മുതലായവയെ കുറിച്ചൊന്നും ഈ ഘട്ടത്തില് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറിയാനായിട്ട് സാധിക്കില്ല. ക്ലിയർ ആണോ? അപ്പൊ അടുത്ത തേർഡ് ടാസ്ക് എന്താ പറഞ്ഞത്, ഒരു മാസ്റ്റർ പ്ലാൻ ഡോക്യുമെന്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. എപ്പോഴും നമുക്ക് എന്തൊരു കാര്യമാണ് നമ്മൾ പ്ലാൻ ചെയ്താൽ അതിന് പെർഫെക്ഷൻ എത്തുക എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമില്ല. ചെറിയ ചെറിയ എന്താണ് കോംപ്രമൈസുകള് അല്ലെങ്കിൽ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകള് നമ്മൾ എന്ത് കാര്യത്തിലും സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഇനി ഇങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റാസിനെ കൃത്യമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ആ ഡേറ്റാസിനെ നമ്മൾ പഠനം തീരുമാനിക്കുന്നു, അതിന്റെ റിസൾട്ട് പരിഗണിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു പല ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് ഒരു ആർക്കിടെക്ട് ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത്. അപ്പൊ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ബേസിക് മെറ്റീരിയൽ കിട്ടും. ഈ ഒരു പ്ലാൻ തയ്യാറാക്കാനുള്ള ബേസിക് മെറ്റീരിയൽസ് കിട്ടും. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു. അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ചെറിയ അളവിൽ എന്താണ്, ഒരു ചെറിയ സ്മോൾ സ്കെയില് എന്ത് നമുക്ക് പറയാം, ഒരു സ്മോളർ സ്കെയിലുള്ള ഒരു ചെറിയ അളവിലുള്ള ഒരു ചെറിയ ഒരു നഗരം ആസൂത്രണം ചെയ്യുക എന്നതിന് സമാനമായിട്ടുള്ള ഒരു കാര്യം. ഇനി ഇതെന്ന് പറയുന്നത് ഇപ്പൊ ഒരു മാസ്റ്റർ പ്ലാൻ നമ്മൾ തയ്യാറാക്കിയാൽ പോലും അതിൽ നിന്നും ഒരു വാർഡിന്റെ പ്രവർത്തനപരമായ ആവശ്യകതയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യകതയെ കുറിച്ചോ അല്ല അവർ നൽകുന്ന സേവനങ്ങളെ കുറിച്ചോ ഒന്നും എല്ലാ രീതിയിലുമുള്ള അറിവൊന്നും നമുക്ക് അതിലൂടെ കിട്ടുന്നില്ലെങ്കിൽ പോലും ആ ഹോസ്പിറ്റൽ ആർക്കിടെക്റ്റിന്റെ എന്തിനെ കുറിച്ചുള്ള ഒരു അറിവ് അതിൽ നിന്ന് കിട്ടണം, ആ ബിൽഡിംഗ് അല്ലെങ്കിൽ ഓരോ കെട്ടിടത്തിന്റെയും അളവ് എത്രത്തോളമാണ് എന്ന് ഇതിലൂടെ കണക്കാക്കാൻ സാധിക്കണം. ക്ലിയർ ആണോ? മാസ്റ്റർ പ്ലാന് ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫങ്ഷണൽ ബ്രീഫ്. എന്ന് വെച്ചാല് ബ്രീഫ് എന്ന് പറയുന്നത് ചുരുക്കി എഴുതുക അല്ലെങ്കിൽ ചുരുക്കം എന്നുള്ള അർത്ഥമാണ് അല്ലെ. അപ്പൊ ഇവിടെ പ്രിപ്പറേഷൻ ഓഫ് ഫങ്ഷണൽ ബ്രീഫ് എന്ന് പറയുന്നത് അടുത്ത ടാസ്ക് ആണ് കേട്ടോ. The fourth task of planning team will be the preparation of what is called the functional brief or architect brief. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അത് ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്ത ടാസ്ക് ആണ് the fourth task of the planning team. പ്ലാനിംഗ് ടീമിന്റെ നാലാമത്തെ ടാസ്ക് ആണ് എന്തെന്ന് പറയുന്നത്, ആ ഒരു എന്താണോ നമ്മുടെ ഒരു പ്രിപ്പറേഷൻ, എന്താണ് ഫങ്ഷണൽ ബ്രീഫ് അല്ലെങ്കിൽ ആർക്കിടെക്ട് ബ്രീഫ് എന്ന് വിളിക്കപ്പെടുന്നവ തയ്യാറാക്കുക എന്ന് പറയുന്നത്. എന്താണ് ഫങ്ഷണൽ ബ്രീഫ് അല്ലെങ്കിൽ ആർക്കിടെക്ട് ബ്രീഫ് എന്ന് പറയുന്നത് അത് താഴെ പറയുന്നുണ്ട് കേട്ടോ.
Okay, the analysis of functional needs, definition of operational policies, interrelationship of departments, the grouping of accommodation and the main outline of traffic law, engineering services, and communication provided, fair basis for the designers work. അപ്പോൾ നമുക്കറിയാം ഇപ്പൊ ഒരു ആർക്കിടെക്ചർ വന്ന് ഡിസൈൻ ചെയ്യാണ് അല്ലെ, ആ ഒരു വർക്കിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻ തയ്യാറാക്കുമ്പോൾ അവർക്ക് കുറെ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് വേണം. എന്നാലല്ലേ അവർക്ക് അതിനനുസരിച്ച് ഇപ്പൊ നമ്മുടെ വീടുകളിൽ അവർ വന്ന് ചോദിക്കും അല്ലെ, ഓരോരോ കാര്യങ്ങള് നമ്മുടെ വാട്ടർ സപ്ലൈ എവിടെയാണ്, ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കും. അതുപോലെ തന്നെ ഈ എത്ര എവിടെ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, എത്ര റൂമുകളാണ് നിങ്ങൾക്ക് ആവശ്യം, എത്ര പേര് താമസിക്കുന്നു, എത്ര റൂമുകളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അവിടെ ഇന്ന ഓരോ ഭാഗത്തും ഇന്ന കാര്യങ്ങളാണോ ചെയ്യുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലാകുമ്പോൾ ഇന്ന ഡിപ്പാർട്ട്മെന്റുകളാണ് അവിടെ വേണ്ടത്, അവിടെ ഇന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്, ആ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള പരസ്പര ബന്ധം ഇങ്ങനെയാണ്. അങ്ങനെ എന്തിനാ ബന്ധം അറിയുന്നേ? അങ്ങനെ റിലേഷൻഷിപ്പ് അറിയേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? റിലേഷൻഷിപ്പ് അറിയേണ്ട കാര്യമുണ്ടോ? എന്തിനാണ് ഒരു റിലേഷൻഷിപ്പ് പറയുന്നത്? തൊട്ടടുത്തടുത്ത ഒരു ബന്ധമുള്ള ഒരു ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റുകളാണെങ്കിൽ അത് അടുത്ത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്? ഇപ്പൊ ഒരു കാഷ്വാലിറ്റിയുടെ അല്ലെങ്കിൽ ഒരു വാർഡിന്റെ ഒക്കെ അടുത്തായിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങൾ അല്ലെ. അതിനനുസരിച്ച് നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ പരസ്പര ബന്ധങ്ങൾ ഉണ്ടാവും. ഒത്തിരി ദൂരെയാണ് ഇവ സ്ഥാപിക്കുന്നതെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതേസമയം ഇത് അടുത്തടുത്താണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പൊ അതിനൊക്കെ അനുസരിച്ചായിരിക്കണം ഇവരൊരു പ്ലാനൊക്കെ തയ്യാറാക്കേണ്ടതും ആ ഡിസൈൻ ചെയ്യേണ്ടതും. അപ്പൊ അതിന് മുൻപേ ഈ ആർക്കിടെക്ട് അതിനെ കുറിച്ചുള്ള അറിവ് കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനെ പറ്റിയുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസൈൻ തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ അവിടുത്തെ എത്ര പേരെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്, ആരൊക്കെയാണോ അവിടെ സ്റ്റാഫുകളുടെ എണ്ണം, അവരുടെ ഓരോ സ്ഥലങ്ങളിലെയും പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അവിടെ വരുന്ന പേഷ്യൻസ് ഏത് ടൈപ്പ് ഓഫ് പേഷ്യൻസ് ആണ്, അതുപോലെ അവിടുത്തെ പേഷ്യൻസിന്റെ തരം എങ്ങനെയാണ്, അവിടെ പേഷ്യൻസിന്റെ ട്രാഫിക് തിരക്ക് അനുഭവപ്പെടുന്ന ഏരിയാസ് ഏതൊക്കെയാണ്, അവിടുത്തെ എഞ്ചിനീയറിംഗ് സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് ആശയവിനിമയത്തിലൂടെ നമുക്ക് ആ ഒരു ആർക്കിടെക്റ്റിനെ അറിയിക്കണം വേണ്ടേ. അപ്പൊ അങ്ങനെ ഒരു ആർക്കിടെക്റ്റിനെ അറിയിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് നല്ല രീതിയിലുള്ള ഡിസൈൻ വർക്കുകൾ ചെയ്യാനായിട്ട് വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പൊ നമ്മളിങ്ങനെ ഒരു ആർക്കിടെക്റ്റിനെ ഇത് അറിയിക്കുന്നതാണ് ശരിക്കും ഫങ്ഷണൽ ബ്രീഫ് അല്ലെങ്കിൽ ആർക്കിടെക്ട് ബ്രീഫ് എന്ന് പറയുന്നത്. ഇതൊരു റിട്ടൺ പ്രോഗ്രാം, നമ്മൾ എഴുതി കൊടുക്കുന്ന ഒരു റിട്ടൺ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അപ്പൊ ആ ഒരു ഡോക്യുമെന്റ് നൽകുന്നത് ആരായിരിക്കും? ഇവർക്ക് ഈ ആർക്കിടെക്റ്റിന് അത് ആരെങ്കിലും കൊടുക്കണ്ടേ അല്ലേ? ആരുടെ ഭാഗത്ത് നിന്ന് ആയിരിക്കും അത് കൊടുക്കുക? ആർക്കാണ് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുക? ആരായിരിക്കും കൊടുക്കുക? ആലോചിക്ക്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ആ പ്ലാനിംഗ് ടീം ആയിരിക്കും കൊടുക്കുക കേട്ടോ. ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ പ്ലാനിംഗ് ടീമാണ് ഇങ്ങനെയുള്ള ആർക്കിടെക്ട് ബ്രീഫ് അല്ലെങ്കിൽ ആ ഫങ്ഷണൽ ബ്രീഫ് ഈ ആർക്കിടെക്റ്റിന് കൊടുക്കുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ബ്രീഫിലൂടെ അല്ലെങ്കിൽ ആ ഒരു ചുരുക്കത്തിലൂടെ? എന്തൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റും? അവിടുത്തെ പ്രവർത്തനപരമായ ആവശ്യകതകൾ, ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനപരമായ ആവശ്യകതകൾ എന്താണ്, അവിടുത്തെ ഓപ്പറേഷണൽ പോളിസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അവിടുത്തെ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങള്, അതുപോലെ എത്രത്തോളം അക്കോമഡേഷൻസ്, എത്രത്തോളം ജീവനക്കാരെ നമ്മൾ അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം പേഷ്യൻസ്, ഏത് തരത്തിലുള്ള പേഷ്യൻസ് ആണ് അവിടെ വരുന്നത്, അവർ ഓരോരുത്തരെയും എങ്ങനെയാണ് ഓരോ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ള അവിടുത്തെ ട്രാഫിക് ഫ്ലോ, ഓരോ സ്ഥലത്തെയും എത്രത്തോളം തിരക്കുകൾ അനുഭവപ്പെടും. അങ്ങനെ വലിയ ഏരിയാസിലാണെങ്കിൽ കുറച്ചധികം നമുക്ക് സ്പേസ് വേണ്ടി വരും അല്ലെ. അപ്പൊ അതൊക്കെ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്ക് അതിനനുസരിച്ചുള്ള ഡിസൈൻ രൂപകൽപ്പന ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ അവിടുത്തെ എഞ്ചിനീയറിംഗ് സർവീസ് വിഭാഗം എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആശയവിനിമയം നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലും മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരു ഫേം ബേസിൽ ഒരു അടിസ്ഥാനപരമായിട്ടൊരു ഉറച്ച അടിത്തറ നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു ഉറച്ച അടിത്തറ അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഈ പറയുന്ന ആർക്കിടെക്റ്റിന് കിട്ടിയാൽ മാത്രമേ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഡിസൈൻ രൂപകൽപ്പന ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ക്ലിയർ ആണോ? ഫസ്റ്റ് പാരഗ്രാഫ് ഓക്കെ ആണോ? മനസ്സിലായോ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്? ഓക്കെ,
Then അടുത്ത പാരഗ്രാഫ് നോക്കാം. Before an architect can develop a hospital design that will best serve its function, he would have been provided with a written program explaining the hospital's operation policies, particularly those related to the design of clinical areas. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആർക്കിടെക്റ്റിന് ഒരു നല്ലൊരു ഹോസ്പിറ്റൽ ഡിസൈൻ വികസിപ്പിക്കണം അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ it will best serve its function, നല്ല മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ഒരു ആശുപത്രിയുടെ ഡിസൈൻ വികസനം അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യണം. ഒരു ആർക്കിടെക്റ്റിന് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം അവർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യണം എന്നാ പറയുന്നത്? ഒരു റിട്ടൺ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു റിട്ടൺ ഡോക്യുമെന്റ് അവർക്ക് നൽകണം. ആ റിട്ടൺ ഡോക്യുമെന്റിൽ എന്തൊക്കെ കാര്യങ്ങളോ പറഞ്ഞിരിക്കണം? ഹോസ്പിറ്റലിലെ പ്രവർത്തനപരമായ പോളിസികള്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ക്ലിനിക്കൽ ഏരിയാസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങള്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ ഡിഫറൻസിയേഷൻ, അവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റും ഡിഫറെന്റ് ആയിട്ടല്ലേ നമ്മൾ വിഭജിച്ച് അല്ലെ, വ്യത്യസ്തത ഏതൊക്കെ ഇടങ്ങളിലാണുള്ളത്, അവിടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്, അവർ തമ്മിലുള്ള പരസ്പര ഇന്റർ റിലേഷൻഷിപ്പ് ആൻഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റ്സ്, പരസ്പര ബന്ധങ്ങൾ എങ്ങനെയാണ്, ആ നഴ്സിംഗ് യൂണിറ്റുകൾ എത്ര എണ്ണമുണ്ട്, കൺസൾട്ടേഷൻ റൂമുകൾ എത്ര എണ്ണമുണ്ട്, എക്സ്റേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, സർജിക്കൽ സ്യൂട്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, ലബോറട്ടറി, കിച്ചൺ, സ്റ്റോർ റൂം മുതലായിട്ടുള്ള ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ വിശദീകരിക്കുന്ന ഒരു റിട്ടൺ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു റിട്ടൺ ഡോക്യുമെന്റ് ഈ ആർക്കിടെക്റ്റിന് നമ്മൾ ആദ്യമേ കൊടുക്കണം. അതാരെ കൊടുക്കുന്നത്? ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ആ പ്ലാനിംഗ് ടീമാണ് അത് ആർക്കിടെക്റ്റിന് കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? How to be considered in its totality, അതായത് മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഉണ്ടാവും കേട്ടോ. മൊത്തത്തിലുള്ള ഹോസ്പിറ്റലിന്റെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരു ബ്രീഫ് ഹിസ്റ്ററി അല്ലെങ്കിൽ ബ്രീഫ് ആയിട്ട് വളരെ ചുരുക്കത്തിൽ, ഒരുപാട് ലാബറേറ്റ് ചെയ്തെന്ന് പറയുന്നത് ചുരുക്കത്തിൽ അവർക്ക് ഒരു ഐഡിയ കിട്ടാനായിട്ട് കണക്കാക്കുന്ന രീതിയിൽ ഒരു ചുരുക്കി എഴുതിയ ഒരു റിട്ടൺ ഡോക്യുമെന്റ് ആയിട്ടാണ് ഇത് ഇവർക്ക് നൽകുക. ആൻഡ് ടു enable a hospital to serve its purpose, design must follow function. അപ്പൊ ഈ പറയുന്ന ഒരു ഹോസ്പിറ്റലില് നല്ല രീതിയിൽ നല്ല ഉദ്ദേശത്തോടുകൂടി ആ ഹോസ്പിറ്റലിന്റെ ഉദ്ദേശം എന്താണ്? സർവ്സ് ഇറ്റ്സ് പർപ്പസ്, നല്ല രീതിയിൽ അവർ ഉദ്ദേശിക്കുന്ന അവരുടെ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഉദ്ദേശം നിറവേറ്റുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണോ നമ്മളൊരു ഹോസ്പിറ്റൽ വേണം എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ, നമുക്കറിയാം ഒരു ഐഡിയ ഉണ്ടാവും അല്ലെ, ഈ ഹോസ്പിറ്റൽ ഇങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ആ ഹോസ്പിറ്റൽ കിട്ടണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങള് ആ ഡിസൈനില് ഫോളോ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ ആ ഡിസൈൻ ഫോളോ ചെയ്ത് നമ്മൾ ഈ കൊടുക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് ഡിസൈൻ തയ്യാറാക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അതേപോലെ ഒരു ഹോസ്പിറ്റല് നമുക്ക് കിട്ടും. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ പറയുന്ന ഡ്രാഫ്റ്റ് പ്ലാൻ തയ്യാറാക്കി അതിനുശേഷം പ്രധാനപ്പെട്ട ഒരു ഡിസൈനിലേക്ക് നമ്മൾ വരുമ്പോൾ എപ്പോഴും ആദ്യം നമ്മൾ ആ ഒരു ആർക്കിടെക്റ്റിന് ആവശ്യമായിട്ടുള്ള ഒരു ബ്രീഫ് അല്ലെങ്കിൽ ഒരു ചുരുക്കം ഒരു റിട്ടൺ ഡോക്യുമെന്റ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചുമുള്ള ഒരു വിശദീകരണം, ചുരുക്കിയുള്ള ഒരു വിശദീകരണം ഉണ്ടായിരിക്കും. ഇപ്പൊ പ്രവർത്തനപരമായ പോളിസികൾ ഉണ്ടാവും, അതുപോലെ ക്ലിനിക്കല് പ്രത്യേകമായിട്ടും പരിചരണപരമായിട്ടുള്ള ഏരിയാസിലെ കാര്യങ്ങളും പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സുകളെ കുറിച്ച്, അവർ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളെ കുറിച്ച്, നഴ്സിംഗ് യൂണിറ്റുകളെ കുറിച്ച്, ഓപ്പറേഷൻ സർജിക്കൽ സ്യൂട്ടുകളെ കുറിച്ച്, എക്സ്റേ റൂമുകളെ കുറിച്ച്, കൺസൾട്ടേഷൻ റൂമുകളെ കുറിച്ച്, ലബോറട്ടറികളെ, കിച്ചൺ, സ്റ്റോർ റൂം മുതലായ അങ്ങനെയുള്ള മൊത്തത്തിലുള്ള എല്ലാ ഏരിയാസും കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഒരു റിട്ടൺ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു റിട്ടൺ പ്രോഗ്രാം തയ്യാറാക്കുന്നതും നൽകുന്നതും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ എന്താണ് ഒരു ഫങ്ഷണൽ ബ്രീഫ് അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ട് ബ്രീഫ് എന്നുള്ളത്? ഓക്കെ. ഇനി ഈ പറയുന്ന ആർക്കിടെക്ട് ബ്രീഫില് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും നമുക്ക് ഉൾപ്പെടുത്തുന്നത്? ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ട് പറയുന്നതാണ് കേട്ടോ. അതില് ആർക്കിടെക്ട് ബ്രീഫില് ഒന്നാമത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമായിരിക്കും ഉണ്ടാവുക. അതില് ജനറൽ ആയിട്ടുള്ള ഒരു പൊതുവായ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ആമുഖം, ആ ഹോസ്പിറ്റലിനെ കുറിച്ച് ജനറൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ആമുഖം ഉണ്ടായിരിക്കും. ആ ഒരു ഹോസ്പിറ്റലിന്റെ മിഷൻ എന്താണ്? മിഷൻ, ദൗത്യം അല്ലെ. അതുപോലെ ഫിലോസഫി ഓഫ് ദ പ്രൊപ്പോസ്ഡ് ഹോസ്പിറ്റൽ, ആ നിർദ്ദിഷ്ട ആശുപത്രിയുടെ ഫിലോസഫി അല്ലെങ്കിൽ അവർ പാലിക്കുന്ന കുറച്ച് തത്വശാസ്ത്രങ്ങൾ ഉണ്ടാവും അല്ലെ.
അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പാലിക്കുന്ന തസ്തുശാസ്ത്രം, അവരുടെ ദൗത്യം, എന്നപോലെ മിഷനറി ദൗത്യം മുതലായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള പൊതുവായിട്ടുള്ള ഒരു ആമുഖമാണ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത്. ക്ലിയർ ആണോ? ഓരോന്ന് പറഞ്ഞു പോകാം, പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ഓക്കെ അല്ലേ? അത് രണ്ടാമത്തത് സൈറ്റ് ഇൻഫ്ലേഷൻ. എന്തായിരിക്കും സൈറ്റ് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ? ആ ഒരു സ്ഥലം സെലക്ട് ചെയ്തില്ലായിരുന്നോ നമ്മള്? ഹോസ്പിറ്റൽ പണിയാനായിട്ട് ഒരു സ്ഥലം സെലക്ട് ചെയ്തില്ലായിരുന്നോ? ഇറ്റ് ഇൻക്ലൂഡ് ടോപ്പോഗ്രഫി ഓഫ് ദ ലാർജ് ഓർ സൈറ്റ്, ബൗണ്ടറീസ്, സർഫസ് ഏരിയ. ആ ഒരു സ്ഥലത്തിന്റെ ടോപ്പോഗ്രഫി, ഭൂപ്രകൃതി എങ്ങനെയാണ്? കാരണം അതിനനുസരിച്ചല്ലേ നമുക്ക് ഓരോ ബിൽഡിംഗ് പണിയുന്നത്, അല്ലെ? നമ്മൾ വളരെ താഴ്ന്ന ഒരു പ്രദേശമാണെങ്കിൽ കുറച്ചും കൂടി ഹൈറ്റിലല്ലേ നമ്മൾ ബിൽഡിംഗ് പണിയാം. നമ്മുടെ ബേസ് കുറച്ചും കൂടി ഹൈറ്റിലൊക്കെയല്ലേ പണിയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ, അതായത് വെള്ളം കയറുന്ന പ്രദേശങ്ങളാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചല്ലേ ബിൽഡിംഗ് പണിയുന്നത്. അതുപോലെ ഒത്തിരി എന്താണ് ഭൂമിയുടെ ആ ഒരു മണ്ണിന്റെയൊക്കെ പ്രകൃതിക്ക് അനുസരിച്ചൊക്കെയാണ് ഓരോ ബിൽഡിങ്ങും പണിയുന്നത്, അല്ലെ? അപ്പൊ അവിടത്തെയും ആ ഒരു ഭൂപ്രദേശത്തിന്റെ ആ ഒരു ഭൂപ്രകൃതി എങ്ങനെയാണ്, ആ ഒരു സൈറ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു ഏരിയയുടെ ഭൂപ്രകൃതി, ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ ഭൂപ്രകൃതി. അതുപോലെ തന്നെ അവിടുത്തെ ബൗണ്ടറീസ്, ആ ഒരു ഏരിയ, ആ ഒരു സൈറ്റിന്റെ അതിര്, ഇല്ലേ? നമുക്ക് ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെയാണ് നമ്മുടെ സ്ഥലം എന്ന് നമ്മൾ പറയാറില്ലേ? ഇല്ലേ? ഒരു അതിരുണ്ട്, ഒരു ബൗണ്ടറി ഉണ്ട്, അതിനപ്പുറത്തേക്ക് നമ്മുടെ സ്പേസ് അല്ല. അപ്പൊ അതിനുള്ളിൽ നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ബിൽഡിംഗ് പണിയേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന്റെ അതിരുകളെ കുറിച്ച്, സർഫസ് ഏരിയ, അതിന്റെ ആ ഒരു ഉപരിതല വിസ്തീർണം എത്രയാണ്, ആ ഒരു ഏരിയയുടെ മുതലായ കാര്യങ്ങളാണ് ഈ സൈറ്റ് ഇൻഫ്ലേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ക്ലിയർ ആണോ? സെക്കൻഡ് വൺ. ഓക്കെ, then existing public utilities, അതായത് നിലവിലുള്ള പൊതു യൂട്ടിലിറ്റികൾ. ഇപ്പൊ നമുക്ക് വാട്ടർ സപ്ലൈ ഉണ്ടാവും, അല്ലെ? നമ്മൾ ഒരു സ്ഥലം വാങ്ങുമ്പോൾ നമ്മൾ വാട്ടർ സപ്ലൈ ഉണ്ടാവും, നമുക്ക് ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവും. അതൊക്കെ നമുക്ക് പബ്ലിക് യൂട്ടിലിറ്റിയിൽ പറയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് പൊതുവായിട്ട് നമുക്ക് പബ്ലിക്കായിട്ട് നമുക്ക് യൂട്ടിലിറ്റി ചെയ്യാൻ വേണ്ടി കിട്ടുന്ന വാട്ടർ സപ്ലൈ, അതുപോലെ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വേസ്റ്റ് ഡിസ്പോസലുമായി ബന്ധപ്പെട്ട ഏരിയാസ്. അങ്ങനെയൊക്കെ ഒരു സ്പേസ്, ഒരു സ്ഥലം വാങ്ങുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ നോക്കില്ലേ, ഇല്ലേ? നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നുണ്ടോ, നമുക്ക് വാട്ടർ സപ്ലൈ കിട്ടുമോ, നമുക്ക് ട്രാൻസ്പോർട്ടേഷനുള്ള ഒരു റോഡോ കാര്യങ്ങളോ, ഇതൊക്കെ നോക്കാറില്ലേ? അതുപോലെ തന്നെ ഈ പറയുന്ന ഏരിയാസിലും ഇതൊക്കെ ഉണ്ടോ, അതുമായി ബന്ധം, അത് എവിടെയൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ്, നമുക്ക് അവിടെ ഉണ്ടോ, ഓൾറെഡി ഉണ്ടോ, ഇല്ലാത്തത് ഏതൊക്കെയാണ്, നിലവിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കും. ദെൻ നിയറസ്റ്റ് സിറ്റി, ഏറ്റവും അടുത്തുള്ള, അല്ലെ? ഏറ്റവും നിലവിൽ നമുക്ക് തൊട്ടടുത്തുള്ള സിറ്റി ഏതാണ്, അതുപോലെ എയർപോർട്ട് ഏതാണ്, റെയിൽവേ സ്റ്റേഷൻ ഏതാണ്, മുതലായ കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നൽകും. ദെൻ വെദർ, അവിടുത്തെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചും നൽകും. ഇതെല്ലാം സൈറ്റ് ഇൻഫ്ലേഷൻ എന്നതിൽ വരുന്നതാണ്. ആ സ്ഥലത്തെ കുറിച്ചല്ലേ നമ്മൾ പറയുന്നത്, അല്ലെ? ആ സ്ഥലത്തിന്റെ പ്രത്യേകതകളാണ് ഇതൊക്കെ, അല്ലെ? അപ്പൊ അതൊക്കെ സൈറ്റ് ഇൻഫ്ലേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുന്നത്. ക്ലിയർ ആണോ? രണ്ടെണ്ണവും ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. മൂന്നാമത്തത് വർക്ക് ലോഡ് പ്രൊജക്ഷൻ, അതായത് സ്പെസിഫൈങ് എക്സ്പെക്ടഡ് വർക്ക് ലോഡ്, പീക്ക് ആൻഡ് ഫേസ്. ഓരോ ഘട്ടത്തിലെയും അതുപോലെ ഏറ്റവും ഉയർന്ന ലെവലിലുള്ള വർക്ക് ലോഡ്, നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വർക്ക് ലോഡ് അല്ലെങ്കിൽ ജോലി ഭാരം എന്തോരം വരും. ആ ജോലി ഭാരത്തിനനുസരിച്ച് നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ബിൽഡിങ്ങുകളാണെങ്കിലും അതിനനുസരിച്ചുള്ള സ്പേസ് കാര്യങ്ങൾ, മെഷീൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സ്പേസും കാര്യങ്ങളൊക്കെ അവിടെ ഇടേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ജോലി ഭാരം എത്രത്തോളം ഉണ്ട്, ഓരോ ഘട്ടത്തിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ജോലി ഭാരം എത്രത്തോളം ഉണ്ടായിരിക്കും, അതാണ് വർക്ക് പ്രൊജക്ഷനിൽ വരുന്നത്. നാലാമത്തത് ഫങ്ഷണൽ കണ്ടന്റ് വൈസ് ഫങ്ഷൻസ് ആൻഡ് കണ്ടന്റ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് to include number of beds and bed mix, workflow, traffic flow. അതായത് ഇതിൽ പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും പ്രവർത്തനപരമായിട്ടുള്ള കാര്യങ്ങൾ. അതായത് എത്ര നമ്പർ ഓഫ് ബെഡ്സ് ആവശ്യമാണ്, ആ ഒരു ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എത്ര നമ്പർ ഓഫ് ബെഡുകൾ വേണം, അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു ബെഡ് മിക്സ് എന്ന് വെച്ചാൽ എന്താ, ബെഡ് കൃത്യമായിട്ട് അതിന്റെ മെയിന്റനൻസും കാര്യങ്ങളും നടത്തണം. അവിടേക്കുള്ള വർക്ക് ഫ്ലോ, അവിടത്തേക്കുള്ള ട്രാഫിക്കിന്റെ ഫ്ലോ ഉണ്ടാവുമല്ലോ, ഒരുപാട് ചിലപ്പോൾ തിരക്കുകൾ വരാം, ചില സമയത്ത് പേഷ്യൻസ് ഒത്തിരി തിരക്കൊക്കെ വരാം, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതുപോലെ അങ്ങനെയുള്ള ട്രാഫിക് ഫ്ലോ, അത്
അതുപോലെ വർക്ക് ചിലപ്പോ ഒത്തിരി ചില സമയങ്ങളിൽ ഒരുപാട് പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് വർക്ക് ലോഡ് കൂടാം അല്ലെ. അങ്ങനെ വർക്ക് ലോഡ് കൂടുന്ന സമയത്തും അവർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഇടങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കണ്ടേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് നാലാമത്തതിൽ പറയുന്നത്. അഞ്ചാമത്തത് ഉപകരണങ്ങൾ. ഏത് തരത്തിലുള്ള ഉപകരണങ്ങൾ, മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഹോസ്പിറ്റൽ പണിയുന്നുള്ളൂ കേട്ടോ. അപ്പൊ അതിനു മുൻപ് നമുക്ക് പല ഡിപ്പാർട്ട്മെന്റിലേക്കും ഒത്തിരി ഉപകരണങ്ങൾ ആവശ്യമായിട്ട് വരില്ലേ. അപ്പൊ എല്ലാ ഉപകരണങ്ങളും ഏതൊക്കെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിലവിലിപ്പോ നമ്മൾ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഉപകരണങ്ങൾ അത് ഏതൊക്കെ തരമുള്ള ഏത് ടൈപ്പ് ഓഫ് ഉപകരണങ്ങളാണ്, അതുപോലെ അതിന്റെ അളവ്. ചിലപ്പോ ഒരു ഉപകരണം നമുക്ക് 2 എണ്ണമൊക്കെ വേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അതിന്റെ ക്വാണ്ടിറ്റി, അളവ് എത്ര എണ്ണമുണ്ട്, ഏത് തരത്തിലുള്ളവയാണ് എന്ന് പറയുന്ന ഡീറ്റെയിൽസ്. അപ്പൊ ഉപകരണങ്ങൾ എങ്ങനെയാണ്, ഓരോ ഉപകരണങ്ങളും ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അത് ഒരെണ്ണോ അല്ല, ചിലപ്പോൾ 2 എണ്ണം ഉണ്ടാവാം. അപ്പൊ അതിനുള്ള സ്പേസ് ഒക്കെ കാണണ്ടേ. ഇപ്പൊ നമ്മുടെ വീട് പണിയുമ്പോൾ നമ്മൾ ഫ്രിഡ്ജ് വെക്കാൻ, വാഷിംഗ് മെഷീൻ വെക്കാൻ ആയിട്ട് പ്രത്യേക സ്പേസുകൾ ഇടാറില്ലേ അല്ലെ, കിച്ചണുമായി ബന്ധപ്പെട്ട്. അതുപോലെ ഇവിടെ എക്യുപ്മെന്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള സ്പേസും കാര്യങ്ങളും ഇടാം. ദെൻ സോണിങ്. ഇനി നമ്മൾ എന്താണ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ സോണിങ് അല്ലെ. ഹോസ്പിറ്റലിലെ ഓരോരോ ഏരിയാസും നമ്മൾ തിരിക്കാറുണ്ട്. പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് തിരിക്കാറുണ്ട്. പർട്ടിക്കുലർ ഗ്രൂപ്പായിട്ട് തിരിക്കാറുണ്ട്. ആൻഡ് സോണിങ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഫെസിലിറ്റി. ഡിപ്പാർട്ട്മെന്റുകളോ അവിടുത്തെ സൗകര്യങ്ങളോ പല പല ഗ്രൂപ്പായിട്ട് തിരിക്കുന്നുണ്ട്. പല പല ഏരിയാസ് അല്ലെങ്കിൽ സോണുകളായിട്ട് തിരിച്ചൊക്കെയാണ് ചെയ്യാറ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് അവിടെ കൊണ്ടുവരിക. ദെൻ ഏഴാമത് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഈ 6 എണ്ണം വരെയും ക്ലിയർ ആണ്. ഏതെങ്കിലും മിസ് ഇനി റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ. അപ്പൊ ഏഴാമത് നോക്കിയേ, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഇനി ഇവിടെ നടക്കുന്ന പോളിസികളും അവിടുത്തെ നടപടിക്രമങ്ങളും മുതലായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അത് ഷുഡ് ഇൻക്ലൂഡ് പ്രോസസ്സസ് ആൻഡ് പ്രൊസീജിയേഴ്സ് റിലേറ്റഡ് ടു. എന്തുമായി ബന്ധപ്പെട്ട പ്രക്രിയകളും നടപടിക്രമങ്ങളുമാണ് ഇനി എഴുതാൻ പോകുന്നതെന്നാണ് നോക്കുന്നത്. അതായത് പേഷ്യൻസ് ആൻഡ് സ്റ്റാഫുകളുടെ മൂവ്മെന്റ്. അപ്പൊ പേഷ്യൻസും സ്റ്റാഫുകളും ഒക്കെ ഇവിടെ മൂവ്മെന്റ് നടത്തും അല്ലെ. അവർക്ക് നമുക്ക് ഏതൊരു വീടാണെങ്കിലും നമുക്ക് മൂവ് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ വീടുകളിൽ ഉണ്ടാവില്ലേ ഇല്ലേ. തൊട്ടിങ്ങനെ കൂട്ടിയാണ് വെക്കാറ് അല്ല. കുറച്ച് സ്പേസിൽ നമുക്ക് ആവശ്യമായ മൂവ്മെന്റുകളൊക്കെ നടത്താനും ആവശ്യമായ സ്പേസുകളിൽ ഇരിക്കാനും വേണ്ടിയിട്ടൊക്കെയുള്ള സ്പേസ് നമ്മൾ ഇടാറുണ്ട് അല്ലെ വീടുകളിലാണെങ്കിൽ. അതുപോലെ തന്നെ പേഷ്യൻസിന് ചിലപ്പോ പേഷ്യന്റിനാണെങ്കിൽ ചിലപ്പോ ഡോക്ടേഴ്സിന്റെ കൺസൾട്ടേഷന് വേണ്ടി പോകേണ്ടതായിട്ട് വരാം, ചിലപ്പോൾ ഡയഗ്നോസിന് വേണ്ടി പോകേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ സ്റ്റാഫുകൾക്ക് ഇപ്പോ ബെഡിന്റെ അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകേണ്ടതായിട്ട് വരാം അല്ലെ. അല്ലെങ്കിൽ വീൽ ചെയറോ കാര്യങ്ങളോ എടുക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് എടുക്കാൻ വേണ്ടി പോകേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ അതിലൂടെ ചിലപ്പോൾ മറ്റൊരു രീതിയിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കേണ്ടതായിട്ട് വരാം. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനപരമായ ഏരിയാസ് കൺസിഡർ ചെയ്യണം. അതുപോലെ അവിടുത്തെ സർവീസുകൾ ഏതൊക്കെയാ? CSSD ഡിപ്പാർട്ട്മെന്റ്, ലോണ്ടറി, കാറ്ററിംഗ് മുതലായിട്ടുള്ള അങ്ങനെയുള്ള എല്ലാ സർവീസുകളുടെയും എന്താണ് പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അപ്പൊ അവിടെ എത്രത്തോളം നമ്പർ ഓഫ് സ്റ്റാഫുകൾ ഉണ്ട്, അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, എത്ര സ്പേസ് അതിന് വേണ്ടി വരും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടും കേട്ടോ. മെയിൻസ് ആൻഡ് സ്റ്റാൻഡ് ബൈ ഇലക്ട്രിക് സപ്ലൈ. എന്താണ് മെയിൻസ് ആൻഡ് സ്റ്റാൻഡ് ബൈ ഇലക്ട്രിക് സപ്ലൈ എന്ന് പറഞ്ഞാൽ? മെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വീട്ടിലെ മെയിൻസ് പവർ സപ്ലൈ എവിടുന്ന കിട്ടുന്നത്? നമ്മുടെ വീട്ടിലെ മെയിൻ പവർ സപ്ലൈ എവിടുന്ന കിട്ടുക? ഇല്ലേ, വീട്ടിലൊന്നും പവർ സപ്ലൈ ഇല്ലേ? KCB അല്ലെ ആണോ? അതാണ് പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് കിട്ടുന്ന കറണ്ട് ആണ് പ്രൈമറി സോഴ്സ്. KCB നിന്ന് കിട്ടുന്ന നമ്മുടെ ഇലക്ട്രിസിറ്റി ആണ് നമ്മുടെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് അല്ലെ. സ്റ്റാൻഡ് ബൈ ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ ഇതായിരിക്കും. സ്റ്റാൻഡ് ബൈ കറണ്ട് പോകുമ്പോഴൊക്കെ നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറില്ലേ? എന്തെങ്കിലും ഉണ്ടോ? ആ മെയിൻ പവർ സപ്ലൈ ഇന്ററപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോൾട്ട് ആയി പോകുമ്പോ, ഫെയിൽ ചെയ്ത് പോകുമ്പോ നമ്മൾ എന്താണ് യൂസ് ചെയ്യാറ്? ഇൻവെർട്ടർ യൂസ് ചെയ്യാറുണ്ട്, ബാറ്ററികൾ ഉപയോഗിച്ച് അല്ലെ ഇൻവെർട്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ജനറേറ്ററുകൾ യൂസ് ചെയ്യാറുണ്ട് ഇല്ലേ? ചെയ്യാറുണ്ടോ? അത് തന്നെയാണ് മെയിൻസ് ആൻഡ് സ്റ്റാൻഡ് ബൈ ഇലക്ട്രിക് സപ്ലൈ എന്ന് പറയുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് പ്രൈമറി സോഴ്സ് ഓഫ് ഒരു പവർ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു പവർ സപ്ലൈ ഉണ്ടായിരിക്കും അല്ലെ.
മെയിൻ ആയിട്ടുള്ള ഒരു പവർ സപ്ലൈ ഉണ്ടായിരിക്കും. ആ മെയിൻ ആയിട്ടുള്ള പവർ സപ്ലൈ ഫെയിൽ ആയി പോകുന്ന സമയത്ത് നമുക്ക് ഒരു ബാക്കപ്പ് ആയിട്ട് വെക്കാൻ പറ്റുന്നവയാണ് സ്റ്റാൻഡ് ബൈ ഇലക്ട്രിക് സപ്ലൈ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ബാറ്ററിയും ജനറേറ്ററും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഫെയിൽ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബാക്കപ്പ് പോലെ ഇത് പ്രവർത്തിപ്പിക്കാം. ഒരു ഹോസ്പിറ്റലിലോ പോലെ ഉണ്ട് അല്ലെ, മെയിൻ ഒരു പവർ സപ്ലൈ ഉണ്ടാവും. അത് ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ബാറ്ററിയോ ജനറേറ്ററുകളോ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഒരു ബാക്കപ്പ് പോലെ പവർ സപ്ലൈ കൊടുക്കാറുണ്ട്. അത് തന്നെയാണ് മെയിൻ ആൻഡ് സ്റ്റാൻഡ് ബൈ ഇലക്ട്രിക് സപ്ലൈ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ദെൻ HVAC എന്താണ്? HVAC എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു എക്സ്പാൻഡ് ഫോം ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. എക്സ്പാൻഡ് ഫോം ഒന്ന് എഴുതി വെക്കണേ. ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷനിങ്. ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷനിങ്. ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷനിങ്. ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷനിങ്. ഓക്കെ, നോട്ട് ചെയ്തോ? HVAC അല്ലെങ്കിൽ ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ഇത് സംവിധാനമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സംവിധാനമാണ്? നമ്മുടെ ആ ഒരു ഹോസ്പിറ്റൽ ബിൽഡിങ്ങിനുള്ളിലുള്ള ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, അതുപോലെ തന്നെ എയറിന്റെ ക്വാളിറ്റി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കംഫർട്ടബിൾ ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ടൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് HVAC എന്ന് പറയുന്ന സംവിധാനം. ആവശ്യമായിട്ടുള്ള ഹീറ്റിംഗ്, അതായത് ഹീറ്റ് പമ്പ്സോ കാര്യങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് ആവശ്യമായ ഒരു ചൂട് നിലനിർത്തണം, ടെമ്പറേച്ചർ നിലനിർത്തണം അല്ലെ. ഒത്തിരി ടെമ്പറേച്ചർ കൂടാനും പാടില്ല, ഒരു നോർമൽ ആയിട്ടുള്ള രീതിയിൽ കൺട്രോൾ ലെവലിൽ നിർത്തണം. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള വെന്റിലേഷൻ സൗകര്യങ്ങൾ വേണം അല്ലെ. വിൻഡോസ്, ഡോർസ് മുതലായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണ്ടേ ആവശ്യമായ രീതിയിൽ. അത് ആ സ്പേസിനനുസരിച്ചാണ് കേട്ടോ, ഓരോരോ ഏരിയാസിനനുസരിച്ചാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏതൊക്കെ ഇടങ്ങളിലാണോ എയർ കണ്ടീഷനിങ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിസൈൻ തീരുമാനിക്കും. ആ ഡിസൈനിൽ തന്നെ ഓരോന്നിനും ഇന്നേതായിട്ടുള്ള സ്പേസുകൾ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിനനുസരിച്ചായിരിക്കും അവിടുത്തെ പ്രവർത്തനങ്ങൾ പിന്നീട് ഭാവിയിലേക്കുള്ള കൺസ്ട്രക്ഷനും കാര്യങ്ങളും നടക്കാം. അവിടെ HVAC എന്ന് പറഞ്ഞാല് ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷനിങ്. അപ്പൊ ഹീറ്റിങ്ങിന് ആവശ്യമായ കാര്യങ്ങൾ ആ ഒരു ഹോസ്പിറ്റലിന്റെ ബിൽഡിങ്ങിനുള്ളിലുള്ള ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, എയർ ക്വാളിറ്റി മുതലായ കാര്യങ്ങൾ വളരെ കംഫർട്ടബിൾ ആയിട്ടും ഹെൽത്തി ആയിട്ടും ആ ഒരു എൻവയോൺമെന്റ്, അതിനുള്ളിലുള്ള ആ ഒരു അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ് HVAC എന്ന് പറയുന്ന സംവിധാനം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ദെൻ ഫയർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ. കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലൊക്കെ ഒരു ഫയറോ കാര്യങ്ങളോ വന്നാല് പെട്ടെന്ന് എമർജൻസി എക്സിറ്റ് ഏരിയാസ് കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലില്? അപ്പൊ അങ്ങനെയുള്ള ഏതൊക്കെ ഏരിയാസിൽ നമ്മൾ കൊടുക്കണം. അതുപോലെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ട് നമ്മൾ ആ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ അല്ലെ, മലിനീകരണത്തെ തടയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങൾ. ഫർദർ എക്സ്പാൻഷൻ പ്ലാൻസ്, ഭാവിയിൽ എന്തെങ്കിലും വിപുലീകരണ പ്ലാനുകൾ ഉണ്ടെങ്കിൽ അതും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടുത്തും. ക്ലിയർ ആണോ? 7th one മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പ്രോസസ്സുകളും പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങളും ഒക്കെ നമ്മുടെ പോളിസി ആൻഡ് പ്രൊസീജിയർ എന്ന് പറയുന്ന ഭാഗത്താണ് ഉൾപ്പെടുത്തി കൊടുക്കുന്നത്. ഓക്കെ, then 8th one ആണ് schedules of accommodation include description of functions and spaces. ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും പ്രവർത്തനങ്ങളും അതിന് എത്ര ഏരിയാസ് അല്ലെങ്കിൽ സ്പേസുകൾ ആവശ്യമായിട്ട് വരും. അതുപോലെ എത്ര നമ്പർ ഓഫ് പേഴ്സൺസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അവിടെ ജീവനക്കാർ ഒരുപാട്, ചിലപ്പോൾ അവരുടെ ആവശ്യത്തിന് കൂടി ഒരുപാട് ജീവനക്കാർ ചിലപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ നിൽക്കാൻ ആവശ്യമായിട്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ ആവശ്യമായ ഒരു സ്പേസ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം അല്ലെ. നമ്മുടെ ചില വീടുകളിലേക്ക് കിച്ചൺ എങ്ങനെയായിരിക്കും? ചെറിയ കിച്ചൺ ആയിരിക്കും അല്ലെ. ആ ചെറിയ കിച്ചൺ ആകുമ്പോൾ ഒരുപാട് പേർക്ക് കയറി നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുമോ അതിനുള്ളില്? 1-2 പേർക്ക് അല്ലെ, കുറച്ച് പേർക്ക് കയ്യിൽ നിൽക്കാൻ പറ്റും. അതേസമയം വലിയ കിച്ചൺ ആണെങ്കിലോ എത്ര പേർക്ക് വേണമെങ്കിലും സഹായിച്ചൊക്കെ കൊടുക്കാൻ പറ്റും അല്ലെ, നിന്ന് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ ഇവിടെയും ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, എത്രത്തോളം സ്പേസ് ആവശ്യമാണ്, ഇനി അവിടെ എത്രത്തോളം നമ്പർ ഓഫ് പേഴ്സൺസ് ആണ് വർക്ക് ചെയ്യുന്നത്, ഓരോ ഡ്യൂട്ടി സ്റ്റേഷനിലും എത്ര നമ്പർ ഓഫ് പേഴ്സൺസ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്കൊക്കെ നിന്ന് വർക്ക് ചെയ്യാൻ ആവശ്യമായ സ്പേസ് ഒക്കെ നമ്മൾ അവിടെ ഹോസ്പിറ്റൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതുപോലെ മറ്റ് സ്പേസുകളുടെ ലിസ്റ്റിംഗ്, ഇനി എന്തൊക്കെ സ്പേസുകൾ ഇതുമായി
ബന്ധപ്പെട്ട് വേണ്ടി വരും. അതുപോലെ തന്നെ അവിടെ നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളും എന്താണ്, അങ്ങനെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാൻ കൂടിയാണ്. ചില പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് സ്പേസും കാര്യങ്ങളും ആവശ്യമായിട്ട് വരുമ്പോൾ അതിനനുസരിച്ചുള്ള സ്പേസും കാര്യങ്ങളും അവിടെ ഉണ്ടാവണം. അല്ലെങ്കിൽ നമുക്ക് പിന്നീട് പൊളിച്ചു പണിയുക അല്ലെങ്കിൽ ഭാവിയിലേക്ക് എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടല്ലേ. ആ നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഓൾസോ ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് വിത്തിൻ എ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഓൾസോ ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റുകൾക്കുള്ളിലുള്ള പ്രവർത്തന ബന്ധങ്ങള്, അതുപോലെ തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രവർത്തന ബന്ധം എത്രത്തോളമാണ്. അപ്പൊ അതിനനുസരിച്ച് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റുകളാണെങ്കിൽ നമുക്ക് അത് അടുത്തടുത്ത് സ്ഥാപിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. Then phasing. If the whole project is considered for breaking up into phases, the activities work schedules will have to be appropriately divided into appropriate phases. അപ്പൊ നമ്മള് ഈ ഒരു ഫേസ്, അതായത് ഈ ഒരു പ്രൊജക്ട് മൊത്തത്തിൽ നമ്മൾ ഒരുമിച്ചല്ല ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഇപ്പൊ നമ്മുടെ വീടുകളാകുമ്പോൾ നമ്മൾ ഒരുമിച്ച് നമ്മളൊരു വീട് 2 നില വീടാണ് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഒരുമിച്ച് പണിയുന്നില്ല. നമ്മൾ ആദ്യം ഒരു ഫസ്റ്റ് ബിൽഡിംഗ് നില പണിയുന്നു, അതിനുശേഷമാണ് നമ്മൾ 2ാമത്തെ നില പണിയാൻ പോകുന്നത് വിചാരിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പ്രൊജക്ട് മൊത്തത്തിൽ നമ്മൾ പരിഗണിക്കാതെ ചില ബ്രേക്ക് ചെയ്ത് ചെറിയ ചെറിയ ഘട്ടങ്ങളായിട്ടാണ് നമ്മളിത് നടത്തുന്നത് വിചാരിക്കാം. അങ്ങനെ ചെറിയ ചെറിയ ഘട്ടങ്ങളായിട്ട് നടത്തുമ്പോൾ അവിടുത്തെ ആക്ടിവിറ്റീസ്, വർക്ക് എങ്ങനെയായിരിക്കണം, അതൊക്കെ കൃത്യമായിട്ട് ഉചിതമായിട്ടും എന്ത് ചെയ്യണം, അത് വിഭജിച്ച് ഓരോ ഘട്ടങ്ങളിലും ഇന്നതാണ് ചെയ്യേണ്ടത് എന്ന രീതിയിൽ കൊടുക്കണ്ടേ, വേണ്ടേ? അപ്പൊ ആദ്യം നമ്മൾ ഫസ്റ്റ് ബിൽഡിംഗ് ആണ് പണിയുന്നതെങ്കിൽ ആ ബിൽഡിങ്ങില് എന്തൊക്കെ കാര്യങ്ങൾ വേണം, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, അടുത്ത ഘട്ടത്തിൽ നമ്മൾ അതുമായിട്ടുള്ള കണ്ടിന്യൂവേഷൻ ആണ് ചെയ്യുക അല്ലെ. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം എങ്ങനെയാ, നമ്മളൊരു വീട് പണിയുമ്പോൾ നമ്മൾ ഒറ്റയടിക്കാണ് ഒരു വീട് നമ്മൾ പറയുന്നത്, ഒരു ദിവസം കൊണ്ട് പണിയാണോ? അല്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ബേസ് സെറ്റ് ചെയ്യുന്നു അല്ലെ. അതിനുശേഷം പില്ലേഴ്സ് ഒക്കെ വാർത്ത്, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, സൺഷെയ്ഡ് വാർക്കുന്നു, മെയിൻ വാർക്ക് കഴിക്കുന്നു അല്ലെ. നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും അതുപോലെ തന്നെ ഓരോ ഫേസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് ആദ്യത്തെ ഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, 2ാമത്തെ ഘട്ടത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളും വർക്കുമാണ് ചെയ്യേണ്ടത്, 3ാമത്തെ ഘട്ടത്തിൽ എന്താണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ക്ലിയർ ആണോ? ലാസ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ ആസ്പെക്ട്. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ വശങ്ങൾ നോക്കണം അല്ലെ. ഷുഡ് ഇൻക്ലൂഡ് എസ്റ്റിമേഷൻ. എന്തിനെ കുറിച്ചുള്ള എസ്റ്റിമേഷൻസ് ആണ്? കൺസ്ട്രക്ഷൻ കോസ്റ്റ്, മൊത്തത്തില് നിർമ്മാണ ചെലവ് എത്രയാകും, എക്യുപ്മെന്റ് കോസ്റ്റ്, അവിടെയുള്ള ഉപകരണങ്ങളുടെ ചിലവ് എത്രത്തോളമാകും, ഫർണിച്ചർ കോസ്റ്റ്, അവിടെ ആവശ്യമായിട്ടുള്ള ഫർണിച്ചറുകൾക്ക് എത്ര രൂപ ചിലവാകും, ടോട്ടൽ പ്രൊജക്ട് കോസ്റ്റ്, ആ ഒരു മൊത്തം പ്രൊജക്ടിന് വേണ്ടി വരുന്ന തുക എത്രയാണ്, സോഴ്സ് ഓഫ് ഫണ്ട്, നമുക്ക് ലഭ്യമാകുന്ന ഫണ്ടുകളുടെ സോഴ്സ് അല്ലെങ്കിൽ ഉറവിടം എവിടെ നിന്നാണ്, ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ പരമായിട്ടുള്ള വശങ്ങൾ കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ കൂടി കണക്കിലെടുത്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് എപ്പോഴും ഒരു ഡിസൈനുകൾ രൂപകൽപ്പന ചെയ്യുന്നത്. അപ്പൊ ഈ ഡിസൈൻ രൂപകൽപ്പന ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള എല്ലാ വശങ്ങളിലുമുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയില്ലേ ഇപ്പൊ. അങ്ങനെയുള്ള എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റിട്ടൺ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു റിട്ടൺ റിട്ടൺ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു റിട്ടൺ പ്രോഗ്രാം നമ്മൾ കൊടുക്കും, ആർക്കിടെക്റ്റിന് കൊടുക്കും. അവരാണ് ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് അനാലിസിസ് നടത്തി അവർ കൃത്യമായിട്ടുള്ള ഒരു നല്ല ഡിസൈൻ നമ്മൾ മനസ്സിൽ കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എങ്ങനെയാണോ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അതേ രീതിയിലുള്ള ഡിസൈൻ നമുക്ക് തരുന്നത്. ക്ലിയർ ആണോ? 10 പോയിന്റ് വരെയും ഏതെങ്കിലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണോ? ഓക്കെ ആണോ? ഓക്കെ. ദെൻ ലാസ്റ്റ് വരുന്ന ഭാഗമാണ് കേട്ടോ നമ്മൾ ഈ ചാപ്റ്ററിൽ ചെറിയൊരു ഭാഗം കൂടിയുള്ളേ, ഇച്ചിരി വലിയ ചാപ്റ്റർ ആയിരുന്നു കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വരുന്നത് കമ്മീഷനിങ് ചെയ്യുക. നമ്മൾ കമ്മീഷനിങ് പറഞ്ഞതാണ് അല്ലെ. കമ്മീഷനിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കമ്മീഷനിങ് ചെയ്യുക എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റൽ എങ്ങനെയാ കമ്മീഷനിങ് ചെയ്യാൻ റെഡി ആവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കമ്മീഷൻ ചെയ്യാൻ റെഡി ആവുക എന്ന് പറഞ്ഞാല് ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഈസ് റെഡി ടു ബി കമ്മീഷൻ വെൻ ഇറ്റ്സ് ബിൽഡിംഗ് ഈസ് റെഡി, ഓൾ എക്യുപ്മെന്റ് ഹാസ് ബീൻ ഇൻസ്റ്റാൾഡ്. അതായത് നമ്മുടെ ആ ഒരു ബിൽഡിംഗ് കമ്മീഷനിങ് ചെയ്യാനായിട്ട് തയ്യാറായി, അല്ലെങ്കിൽ ആ ബിൽഡിംഗ് നമുക്ക് റെഡിയായി, ബിൽഡിങ്ങിന്റെ മറ്റു പണികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു, ആ ബിൽഡിംഗ് റെഡിയായി. അതുപോലെ എല്ലാ ഉപകരണങ്ങളും നമ്മൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്.
and the staff and manpower engaged. അതുപോലെ അവിടെ ജീവനക്കാരും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ സെറ്റ് ചെയ്തു അല്ലെങ്കിൽ സജ്ജീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹോസ്പിറ്റല് കമ്മീഷനിങ്ങിന് റെഡിയായി അല്ലെങ്കിൽ തയ്യാറായി പറയാം. അപ്പൊ നമ്മുടെ വീടുകളില് നമ്മുടെ ലോക്കൽ ഗവൺമെന്റുകളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, അനുമതി കിട്ടണം അല്ലെ, നമ്പർ കാര്യങ്ങൾ കിട്ടണ്ടേ. ഒരു ബിൽഡിംഗ് നമുക്ക് ഓപ്പറേഷണൽ ആക്കണമെങ്കിൽ വേണം. അപ്പൊ അങ്ങനെ ഒരു നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെ? അവര് പറയുന്ന എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിയാലല്ലേ നമുക്ക് നമ്പർ കിട്ടുള്ളൂ, ആണോ? അതെ. അപ്പൊ അതിനനുസരിച്ച് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയും ആ ഹോസ്പിറ്റല് ബിൽഡിംഗ് റെഡി ആവണം, അവിടെയുള്ള ഉപകരണങ്ങൾ കൃത്യമായിട്ട് സ്ഥാപിക്കണം, അതുപോലെ തന്നെ ജീവനക്കാരും എല്ലാം അവിടെ സജ്ജീകരിച്ചിരിക്കണം. അപ്പോഴാണ് ഒരു ഹോസ്പിറ്റൽ ബിൽഡിംഗ് കമ്മീഷന് വേണ്ടി തയ്യാറായെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ the plant and machinery should have undergone many tests run before this. ഈ ഒരു കമ്മീഷനിങ് ചെയ്യുന്ന സമയത്ത് കൃത്യമായ സ്റ്റാൻഡേർഡ് പ്രകാരമാണോ ഈ ബിൽഡിംഗ് പണിതിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്ന കൃത്യമായ കണക്കുകളും കാര്യങ്ങളും ഒക്കെ ഇവർ ഫോളോ ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യും. അതുപോലെ അവിടുത്തെ ഇൻക്ലൂഡിങ് അവരുടെ ആ ഒരു എക്യുപ്മെന്റ്സിന്റെ പ്രവർത്തനക്ഷമത വരെയും നോക്കും കേട്ടോ. അപ്പൊ അങ്ങനെ പ്രവർത്തനക്ഷമത നോക്കാൻ മുൻപ് നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് റൺ ചെയ്യണ്ടേ അല്ലെ, ഇത് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് റൺ ചെയ്ത് നോക്കണം അല്ലെ, പ്രവർത്തനക്ഷമമാക്കി നോക്കണം. ഈ പറയുന്ന അവിടെയുള്ള പ്ലാന്റുകൾ, ഇപ്പൊ വേസ്റ്റ് പ്ലാന്റ് ഉണ്ടാവും, അവിടെ കൃത്യമായിട്ട് വേസ്റ്റ് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുമോ, അതുപോലെ പവർ പ്ലാന്റുകൾ ഉണ്ടാവും അല്ലെ, പവർ ജനറേഷൻ പ്ലാന്റുകൾ ഉണ്ടാവും, അവിടെ നിന്ന് കൃത്യമായിട്ട് നല്ല രീതിയിലും പവർ സപ്ലൈ നമുക്ക് കിട്ടുന്നുണ്ടോ, വാട്ടർ സംവിധാനങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിരിക്കണം. അതുപോലെ അവിടുത്തെ മെഷീനറീസും എല്ലാം നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമാണോ എന്നുള്ളത് മുൻകൂട്ടി നമ്മൾ അവിടെ എന്ത് ചെയ്യണം, പരീക്ഷണ പ്രവർത്തനങ്ങൾ നടത്തണം. പരീക്ഷണപരമായിട്ട് അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കണം, ശരിയാണോ, ഇത് പ്രോപ്പർ ആയിട്ടിരിക്കുകയാണ്, എന്നിട്ട് വേണം കമ്മീഷനിങ്ങിന് വെക്കാനായിട്ട്. And the therapeutic and diagnostic equipment should have also be tested. ചികിത്സാപരമായിട്ട് ഉപയോഗിക്കുന്നതാവാം, അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് രോഗനിർണയത്തിന് വേണ്ടിയിട്ട് ഉപകരണങ്ങളും ഇതേപോലെ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് വേണം കമ്മീഷനിങ്ങിന് വെക്കാനായിട്ട്. Then the medical staff and other paramedical personnel should have been positioned a few weeks in advance. കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഈ പറയുന്ന സ്റ്റാഫുകളും മെഡിക്കൽ സ്റ്റാഫുകളും പാരാമെഡിക്കൽ പേഴ്സണൽസും ഒക്കെ അവിടെ എന്ത് ചെയ്യണം, അവരവിടെ ഓരോരോ പൊസിഷനിൽ ഏൽപ്പിച്ചിരിക്കണം. അല്ലാതെ ആ ഒരു ബിൽഡിംഗ് ഇന്ന് നമുക്ക് ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യാം, അന്ന് ഇന്ന് മുതൽ നിങ്ങൾ ജോലിക്ക് വന്നാൽ മതി എന്നല്ല പറയേണ്ടത്. മറിച്ച് എങ്ങനെയാണ്, ഇവര് കമ്മീഷൻ ചെയ്യാൻ വരുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കണ്ടേ. ഇപ്പൊ ഒരു പരിചയം ഇല്ലാത്തവരാണെങ്കിൽ പറ്റില്ല. നമുക്കാണെങ്കിൽ ഒരു പുതിയ വീടൊക്കെ വന്നാൽ, അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ഒരു വീട്ടിലേക്ക് മാറിയാൽ നമുക്ക് കുറച്ച് ദിവസം എടുക്കൂലേ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫെമിലിയർ ആയി കിട്ടാൻ വേണ്ടി, വേണ്ടേ? കുറച്ച് ദിവസം എടുക്കൂലേ ആ ഒരു കൃത്യമായിട്ട് ഓരോരോ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത്, എവിടെയാണ് ഇരിക്കുന്നത് ഒക്കെ ഒന്ന് മനസ്സിലാക്കണം അല്ലെ. അപ്പൊ അതുപോലെ ഇവിടെയും ഒരു ഹോസ്പിറ്റൽ നമ്മൾ കമ്മീഷൻ ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് കുറച്ചാഴ്ചകൾക്ക് മുൻപ് തന്നെ അവരുടെ മെഡിക്കൽ സ്റ്റാഫിനെയും പാരാമെഡിക്കൽ പേഴ്സണൽസിനെയൊക്കെ നമ്മൾ ആ ഒരു ഓരോരോ പൊസിഷനിൽ ഫിക്സ് ചെയ്ത് അവർക്ക് ഓരോ പൊസിഷൻസ് കൊടുത്ത് നമ്മൾ ചെയ്ത് വെച്ചിരിക്കും. അപ്പൊ അവരത് കുറച്ചുകൂടി എന്താണ്, ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് കുറച്ചും കൂടി ഫെമിലിയർ ആവും, അവിടുത്തെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി നല്ല രീതിയിലൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാനും പറ്റും. ക്ലിയർ ആണോ കമ്മീഷനിങ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്? മനസ്സിലായോ? കമ്മീഷനിങ് ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ബിൽഡിംഗ് ഒരു കമ്മീഷന് വേണ്ടി റെഡി ആവുന്നത് എപ്പോഴാണ്, ആ ഒരു ഹോസ്പിറ്റൽ റെഡി ആവണമെങ്കിൽ അവിടുത്തെ ബിൽഡിംഗ് തയ്യാറാവണം, അവിടെ എല്ലാ ഉപകരണങ്ങളും നമ്മൾ നല്ല രീതിയിൽ സ്ഥാപിക്കണം, അതുപോലെ ജീവനക്കാരും മറ്റു കാര്യങ്ങളും എല്ലാം അവിടെ സജ്ജീകരിച്ചിരിക്കണം. അല്ലാതെ അതുപോലൊപ്പം തന്നെ കമ്മീഷനിങ്ങിന് മുൻപായിട്ട് അവിടുത്തെ പ്ലാന്റുകളും മെഷീനറീസും ഡയഗ്നോസ്റ്റിക്കിന് വേണ്ടി മെഡിക്കൽ ഉപകരണങ്ങളാവാം, ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാവാം, ഇതെല്ലാം കൃത്യമായിട്ട് ടെസ്റ്റ് റൺ ചെയ്ത് പരീക്ഷണം നടത്തി ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാഫിനെയും പാരാമെഡിക്കൽ പേഴ്സണൽസിനെയും അവിടെ എന്ത് ചെയ്യണം, കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് തന്നെ അവിടെ പൊസിഷനിൽ ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അടുത്തതാണ് ഷേക്ക് ഡൗൺ പീരീഡ്, ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ.
A well-planned hospital processes from the construction stage to the commissioning stage with a smooth transition if adequate thought has gone into aspect planning, equipment and staffing. അപ്പൊ നമ്മൾ ആദ്യമേ മുതൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഹോസ്പിറ്റൽ പ്ലാനിങ് തയ്യാറാക്കി, നല്ല രീതിയിൽ ഒരു പ്ലാനിങ് ആസൂത്രണം തയ്യാറാക്കി, അതുപോലെ എങ്ങനെ എക്യുപ്മെന്റ്സ് സ്ഥാപിക്കണം, എങ്ങനെ സ്റ്റാഫിംഗ് നടത്തണം മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമുക്ക് വേണ്ടത്ര ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു വെൽ പ്ലാൻഡ് ഹോസ്പിറ്റൽ, ഒരു നല്ല വളരെ പ്രവർത്തനക്ഷമമായിട്ടുള്ള നല്ല, അതായത് ഒരു കൺസ്ട്രക്ഷൻ സ്റ്റേജ് മുതൽ ഒരു കമ്മീഷനിങ് സ്റ്റേജ് വരെ എ വെൽ പ്ലാൻഡ് ഹോസ്പിറ്റൽ പാസസ് ഫ്രം ദ കൺസ്ട്രക്ഷൻ സ്റ്റേജ് ടു കമ്മീഷനിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു സ്മൂത്ത് ട്രാൻസിഷൻ ആയിരിക്കും. നമ്മൾ ഇതിനെ കുറിച്ച് നല്ല രീതിയിൽ ചിന്തിച്ചു, നല്ല രീതിയിൽ എങ്ങനെ എക്യുപ്മെന്റ്സ് സ്ഥാപിക്കണം എന്നുള്ള കാര്യം നന്നായിട്ട് തോട്ട് ചെയ്തു, അതുപോലെ എങ്ങനെ സ്റ്റാഫുകളെ എങ്ങനെ നിയമിക്കാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തെ കുറിച്ചും നമ്മൾ മുൻകൂട്ടി നന്നായിട്ട് ചിന്തിച്ചാണ് ഓരോ കാര്യങ്ങളും പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റേജ് മുതൽ കമ്മീഷനിങ് സ്റ്റേജ് വരെ, ഇത്രയും നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോ കൺസ്ട്രക്ഷൻ സ്റ്റേജ് മുതൽ കമ്മീഷനിങ് സ്റ്റേജ് വരെ പറഞ്ഞില്ലേ, പറഞ്ഞു. ആ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റേജ് മുതൽ ആ കമ്മീഷനിങ് സ്റ്റേജ് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും എങ്ങനെ നടക്കും എന്നാ പറയുന്നത്, വളരെ സുഗമമായ രീതിയിൽ കടന്നു പോകും എന്നാ പറയുന്നത്. അല്ലെ, ഇപ്പൊ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ അവിടെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, അല്ലെ. അപ്പൊ അതെല്ലാ കാര്യങ്ങളും, അതിനിടയിലുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് വളരെ സുഗമമായിട്ട് കടന്നു പോകും. അത് വേണ്ടത്ര ഒരു ചിന്ത വേണ്ട ആവശ്യമാണ്. വളരെ രീതിയിൽ നല്ല രീതിയിൽ ചിന്തിച്ചാൽ മാത്രമേ അങ്ങനെയുള്ള ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ നമുക്ക് അവിടെ നടത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഈ കമ്മീഷനിങ് കഴിഞ്ഞു കഴിയുമ്പോൾ, ആഫ്റ്റർ കമ്മീഷനിങ് എ ഹോസ്പിറ്റൽ സ്റ്റാഫ്സ് പേഷ്യന്റ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഫെസിലിറ്റീസ് ആൻഡ് എൻവയോൺമെന്റ് ഇന്ററാക്ട് ആൻഡ് അഡ്ജസ്റ്റ് വിത്ത് വൺ അനദർ അണ്ടിൽ ദ ഹോസ്പിറ്റൽ സെറ്റിൽസ് ഇൻ ടു ഇറ്റ്സ് യൂഷ്വൽ റൂട്ടീൻ. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു വീടൊക്കെ നമ്മൾ ബിൽഡ് ചെയ്ത് നമ്മൾ താമസിച്ചു കഴിഞ്ഞാലും കുറച്ച് ദിവസം കഴിഞ്ഞാണ് നമ്മൾ അതുമായിട്ടൊരു നോർമൽ, നമ്മളൊരു യൂഷ്വൽ റുട്ടീൻ ആയിട്ട് മാറുന്നത്, അല്ലെ. നമ്മൾ ഇത്രയും ദിവസം താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് പുതിയതായിട്ടുള്ള വീട്ടിൽ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട്, കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവാറില്ലേ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് യൂഷ്വൽ ആയിട്ടുള്ള ഒരു റുട്ടീൻ ആയിട്ട് ദിനചര്യയായിട്ട് മാറും. ഇവിടെയും അതുപോലെ തന്നെ കമ്മീഷനിങ് കഴിയുമ്പോൾ ഹോസ്പിറ്റൽ സ്റ്റാഫിനായിക്കോട്ടെ, പേഷ്യൻസിനായിക്കോട്ടെ, അവരുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട ഫെസിലിറ്റികൾക്ക്, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ഇന്ററാക്ട് ചെയ്യുന്ന ആ ഒരു എൻവയോൺമെന്റ് മുതലായ കാര്യങ്ങളുമായിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തേണ്ടതായിട്ട് വരും. എപ്പോ വരെയാണ്? അണ്ടിൽ ദ ഹോസ്പിറ്റൽ സെറ്റിൽസ് ടു യൂഷ്വൽ റൂട്ടീൻ. ഒരു യൂഷ്വൽ റൂട്ടീൻ ദിനചര്യയിലേക്ക് നമ്മൾ അത് എത്തിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി നല്ല രീതിയിൽ തന്നെ പോകും, അല്ലെ. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളും കാര്യങ്ങളും ചെയ്യണം വരും. ഓക്കെ, പിന്നെ ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ആ ഒരു പാരഗ്രാഫ് കൂടി പറയും. മിസ് അടുത്ത ക്ലാസ്സിൽ 7th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ PG കോഴ്സ്. പാട്ട്